ബി.ജെ.പി നേതാവ് കെ സുരേന്ദ്രൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. സുരേന്ദ്രൻ ആ പോസ്റ്റിൽ പറഞ്ഞേക്കുന്നത് 63 MLA-മാരും 3 സ്വതന്ത്രരും അടക്കം 66 പേര് കൂടെ ഉണ്ടായിട്ടും ഇതുവരെ കോൺഗ്രസിന് അവരുടെ മുഖ്യമന്ത്രിയെ അല്ലെ മുഖ്യമന്ത്രി ആരാണെന്ന് പറയാൻ ഇതുവരെ പറ്റിയിട്ടില്ല. തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. അത് അങ്ങനെ തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിനെയും പേടിച്ചിരിക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തതെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. ഇനി അഥവാ ഇപ്പം മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നാൽ തന്നെ ഇവരെന്ത് ചെയ്യും? കരിപ്പൂരി എന്ന് പാണക്കാട് തറവാട്ടിൽ പോയി കുമ്പിട്ട് നിന്നിട്ടേ വരുവുള്ളെന്നും പറയുന്നുണ്ട്. അപ്പൊ അതിന് അവസാനം പറഞ്ഞു വെച്ചേക്കുന്നത് വോട്ട് ചെയ്ത മതേതര ഭൂരിപക്ഷവും രണ്ടാനമ്മ ന്യൂനപക്ഷവും അടുത്ത 5 കൊല്ലവും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് സുരേന്ദ്രൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇപ്പോൾ സംഭവം ശരി, കോൺഗ്രസ് ജയിച്ചു, 63 കോൺഗ്രസ് ഉണ്ട്, 102 സീറ്റുകൾ എല്ലാം ഉണ്ട്, കാര്യമൊക്കെ ശരി തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇത് വൈകുന്നത്? സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിർണയം വൈകുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു, പിന്നെ BJP ക്യാമ്പുകളിൽ അത് ആരംഭിച്ചു കഴിഞ്ഞു. വർഗീയതയാണ് ഇതിൻ്റെ പിന്നിലെ ആണിക്കല്ല് എന്നുള്ള നിലയിൽ പ്രചരണം ആരംഭിച്ചു. നമ്മളിതിനെ ഇപ്പം കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ അങ്ങനെ എഴുതിയതിനെ വളരെ വില കുറച്ച് കാണാൻ കഴിയില്ല നമുക്കതിനെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കെ സുരേന്ദ്രൻ എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് നമ്മൾ ആലോചിച്ച് നോക്കും, മുഖ്യമന്ത്രിയായി ആദ്യം പോകുന്ന പാണക്കാട് തറവാടിലാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സുഖിപ്പിക്കാതെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്ക് കേരളം ഭരിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ വർഗീയതയുടെ പിന്തുണയില്ലാതെ, ന്യൂനപക്ഷ കാർഡ് ഇറക്കി കളിക്കാതെ കോൺഗ്രസിന് കേരളം ഭരിക്കാൻ കഴിയില്ല എന്നൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കുകയാണ് ശരിക്കും ഇയാൾ ചെയ്യുന്നത്. ഇപ്പൊ കെ സുരേന്ദ്രൻ ചെയ്തിരിക്കുന്ന അതാണ്. ഇതിന്റെ ഒരു തുടക്കമാണ്. ഇനി ഇത് വലിയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടും. ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, ഇപ്പം VD സതീശനെ പിന്താങ്ങുന്ന ആരാണ്? ജമാഅത്ത് ഇസ്ലാമി പിന്താങ്ങുന്നുണ്ട്, അതോടൊപ്പം മുസ്ലിം ലീഗ് പിന്താങ്ങുന്നുണ്ട്, അതോടൊപ്പം നമ്മൾ നോക്കിയ ഘടകകക്ഷികൾ, എല്ലാ ഘടകകക്ഷികളും നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ട, എങ്കിലും ഘടകകക്ഷികളുടെ പിന്തുണയും VD സതീശനാണ്. പക്ഷെ ഇപ്പോഴും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ ഭയമാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ. MLA-മാരുടെ പിന്തുണ എടുത്ത് തോട്ടിക്കളയേണ്ടതേ ഉള്ളൂ. കാര്യം സ്വന്തം ആൾക്കാരെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം അവരുടെ പിന്നെ നേതാവിനല്ലേ കൈവെക്കുകയുള്ളൂ. KC വേണുഗോപാലിന്റെ വീട്ടിൽ നിന്ന് അയൽവക്കത്തുള്ളവരെയും പിടിച്ചുകൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ KCക്ക് വേണ്ടിയില്ല കൈവെക്കുകയുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും KC വേണുഗോപാലിന് MLA-മാരുടെ പിന്തുണ ഉണ്ടാവും. പക്ഷേ അതിനപ്പുറം ജനങ്ങളുടെ പിന്തുണയും അതോടൊപ്പം ഈ പറയുന്ന ഘടകകക്ഷികളുടെ പിന്തുണയും VD സതീശനൊപ്പം തന്നെയാണ്. VD സതീശന് തന്നെയാണ് പ്രാധാന്യം നൽകേണ്ടത്. എന്നാൽ എന്തുകൊണ്ട് നൽകുന്നില്ല? KC വേണുഗോപാൽ ഒരു MLA പോലും അല്ല. അതിനകത്തുള്ള കടമ്പകൾ എന്ന് പറഞ്ഞാൽ KC വേണുഗോപാൽ ഇനി മത്സരിച്ച് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിക്കണം. ജയിച്ചതിന് ശേഷം പിന്നെ വന്നാൽ മാത്രമേ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഞെളിഞ്ഞിരിക്കാൻ പറ്റൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനിയിപ്പോൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന വളരെ എളുപ്പത്തിൽ കഴിയുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ എന്തെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ സത്യപ്രതിജ്ഞ ചെയ്യാം എന്നുള്ളതാണ്. സത്യപ്രതിജ്ഞ ചെയ്തോളൂ. പക്ഷേ ആ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പോസ്റ്റ് വാലിഡ് ആകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരാൾ രാജിവെക്കണം. ഏതെങ്കിലും ഒരു MLA, എല്ലാ ബലിയാടുകളെയും നിർത്തിയിട്ടുണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ഒരു ബലിയാട് രാജിവെക്കണം. രാജിവെച്ചിട്ട് അവിടെ നോമിനേഷൻ കൊടുക്കണം. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ പ്രൊസീജിയറോടും കൂടി തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പം KC വേണുഗോപാൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണെങ്കിൽ ആ മണ്ഡലത്തിൽ ഒരു LDF സ്ഥാനാർത്ഥി ഉണ്ടാവും, ഒരു BJP സ്ഥാനാർത്ഥി ഉണ്ടാവും, സ്വതന്ത്രനുണ്ടാവും, പിന്നെ അപരന്മാരുണ്ടാവും. അങ്ങനെ എത്ര സ്ഥാനാർത്ഥികൾ വരും അത്ര സ്ഥാനാർത്ഥികളുണ്ടാവും. അതിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം, പിന്നെ പ്രചരണത്തിന് സമയം കൊടുക്കണം, പ്രചരണം കഴിഞ്ഞിട്ട് വീണ്ടും നിശബ്ദ പ്രചരണത്തിന് 2 ദിവസം സമയം കൊടുക്കണം, ഇതും കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വെക്കണം, അത് കഴിഞ്ഞ് വോട്ടെണ്ണലിലേക്ക് പോകണം. ഒരു അസ് യൂഷ്വൽ ഒരു മിനിമം പിന്നെ മുഖ്യമന്ത്രി ആയി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തിട്ട് മിനിമം ഒരു 3 മാസമെങ്കിലും ഇത് വരും. അതിനിടയ്ക്ക് അനൗൺസ് ചെയ്ത് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്കറിയാവുന്ന പ്രോട്ടോകോൾ വരും, ഇലക്ഷൻ പ്രോട്ടോകോളാണ്. പിന്നെ സംസ്ഥാനത്ത് ഭരണം നിശ്ചലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും നടക്കൂല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പദ്ധതികൾ വല്ലതും നടപ്പിലാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം പ്രോട്ടോകോൾ നിൽക്കുന്നതുകൊണ്ട് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത് കഴിയണം. പിന്നെ ഈ പറയുന്ന ഒരു 1-2 മാസം കഴിഞ്ഞാൽ മാത്രമേ അതൊന്ന് മാറി അടുത്ത ആളിനെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മാത്രമേ വരുള്ളൂ. അതിനുശേഷം പുള്ളി അവിടെ വന്ന് MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുക, അങ്ങനെയൊക്കെ ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി കയറുള്ളൂ. അതിനുശേഷം വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പ് വരും. അപ്പൊ ഇത് പുള്ളിക്ക് രാജിവെക്കണം, ലോക്സഭാ അംഗത്തിന് രാജിവെക്കണം. അപ്പൊ പുള്ളി ലോക്സഭാ അംഗത്തിന് രാജിവെക്കുന്നു. രാജിവെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ മണ്ഡലത്തിൽ
ആളില്ലാതെ വരുമെന്ന് പറഞ്ഞ പോലെ വീണ്ടും അടുത്ത പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നിട്ട് തെരഞ്ഞെടുപ്പിന്റെ ഇത് പറയുന്നു. അപ്പം ഇനി ഇൻ കേസ് എല്ലാം കൂടെ പലയിടങ്ങളിലും ചിലപ്പോൾ ബൈ ഇലക്ഷൻ ഉണ്ടാവണം, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടായിരിക്കും ഒരു ഡേറ്റ് പറയുന്നത്. അങ്ങനെയായിരിക്കും മിക്കവാറും തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നത്. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി യോജിച്ച് വരുമ്പോൾ ഏകദേശം ഒരു വർഷത്തിന്റെ പകുതിയിൽ കൂടുതൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് നിൽക്കേണ്ടി വരും. അപ്പൊ ഇതിനിടയ്ക്കെല്ലാം അപ്പം നമ്മൾ ആലോചിക്കും 2 തവണ ഇലക്ഷൻ പ്രോട്ടോകോൾ വരും. പ്രോട്ടോകോള് 2 തവണ വരുന്നു. അതായത് ഈ പറയുന്ന ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പും അതും പിന്നെ ഈ പറയുന്ന ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലെല്ലാം ഇലക്ഷൻ പ്രചരണത്തിന് സമയം കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, പിന്നെ ഇതിലേക്ക് വരുന്നു. അപ്പം ഇതിങ്ങനെ ഒരു പ്രൊസീജിയർ നടക്കേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ വരുന്ന സാഹചര്യം ഇനിയും കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. പിന്നെ തന്നെയുമല്ല, ഇനിയിപ്പം വി ഡി സതീശനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിൽക്കുന്ന സമയത്ത് ഇനിയും ഇതിൽ ആർക്കെങ്കിലും ചാൻസ് നേരത്തെ ഉണ്ടായിരുന്നവർക്ക് കയറിപ്പോകാനുള്ള സാധ്യത കൂടിയാണ്. ഇപ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രന് ഒരു സാധ്യതയുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഈസി ആയിട്ട് ഇനിയിപ്പം അവിടുന്ന് വിജയിച്ച് കയറി പോകാനും ഇതിലേക്ക് എത്തുകയും ചെയ്യും. അപ്പം നമ്മൾ നോക്കേണ്ടത് ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പോവുകയാണ് പിന്നെ കോൺഗ്രസ്സുകാർ. അപ്പം നമ്മൾ പരിശോധിക്കേണ്ടത് ഇനി ലീഗ്. അപ്പം ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങൾ നിൽക്കുന്ന സമയത്താണ് ലീഗിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ന്യൂനപക്ഷത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. നമുക്കറിയാം, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധിയൊക്കെ വയനാട്ടിൽ പ്രചരണത്തിനോ റോഡ് ഷോയ്ക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്താൻ പാടില്ല എന്ന് പറയുന്ന ഒട്ടും നമുക്കാർക്കും താല്പര്യപ്പെടാത്ത, ജനാധിപത്യപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭൂമികയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴോ ഒട്ടും ശരിയല്ല എന്ന് തോന്നുന്ന നടപടിയാണിത്. അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ കേരളത്തിൽ അത് പാടില്ല. കേരളത്തിൽ അത് പാടില്ല. കേരളത്തിൽ പിന്നെ അവരുടെ കൊടി ഉയർത്തുന്നതിന് ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതും IUML എന്നാണ് പറയുന്നത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ കൊടി ഉയർത്താൻ പാടില്ല എന്നൊക്കെ പറയാൻ മോശമല്ലേ? അപ്പോൾ അങ്ങനെയുള്ള എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പാകിസ്ഥാൻ ചാരനാണ് എന്ന് രാഹുൽ ഗാന്ധിയെ വിളിക്കുമെന്ന് കരുതിയിട്ടാണ്. സോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും അടക്കം പിന്തുണയുള്ള VD സതീശനെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊരു തുടക്കമാണ്. നമ്മൾ കാണേണ്ടത് K. സുരേന്ദ്രൻ പറഞ്ഞത് ഒരു വെടിമരുന്നിന് ജസ്റ്റ് സ്പാർക്ക് കാണിച്ചതേ ഉള്ളൂ. ഇനി ഇതേ കത്തി അങ്ങ് പോകുമ്പോൾ കോൺഗ്രസിന്റെ നിലവാരം എവിടം വരെ എത്തിയെന്ന് ആലോചിക്കണം. അതായത് ഇവിടുത്തെ വർഗീയ അല്ലെങ്കിൽ തീവ്രവാദികൾക്ക് കുട പിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി പുലർത്തുന്നത്. അത് കേരളത്തിലെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് പറയുന്ന ഒരു പ്രചരണം ദേശീയ തലത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ കോൺഗ്രസ് വീണ്ടും അടപടലം പോവും. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത്. മുസ്ലിങ്ങൾക്ക് ഇവിടെ കുഴപ്പമില്ല, ഹിന്ദുക്കൾക്ക് കുഴപ്പമില്ല, ക്രിസ്ത്യൻസിന് കുഴപ്പമില്ല, എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. പക്ഷേ നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസിന് നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. കാരണം ഇന്ത്യയിൽ ഭരിക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യ കയ്യിൽ വേണം. അപ്പം അവിടെ ഈ പറയുന്ന പോലെ മതേതരത്വം പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അവിടെ പ്രസംഗിക്കേണ്ടത് ഒരു മൃദു ഹിന്ദുത്വ സമീപനം തന്നെ പ്രസംഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പല ഈ സംഭവങ്ങളിലൊക്കെ പോയിട്ട് തലയെക്കെട്ട് പൊട്ട് രുദ്രാക്ഷമാലയൊക്കെ ഇട്ടുണ്ട് പല കോലങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധിയെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്, ഒരു മൃദു ഹിന്ദുത്വ സമീപനം പുലർത്തേണ്ടതുണ്ട്. അപ്പൊ ആ കോൺഗ്രസിന്റെ ആ നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായ രീതിയായിരിക്കും കേരളത്തിൽ സംഭവിക്കുക. അതുകൊണ്ട് ആണ് പറഞ്ഞത്, അവിടെ നിന്ന് ഒരാൾ മുഖ്യമന്ത്രി ആയാലും ആദ്യം കരിപ്പൂരിറങ്ങി പാണക്കാട്ട് തറവാട്ടിലെത്തി തങ്ങളെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം മാത്രമേ തിരുവനന്തപുരത്തേക്ക് എത്തൂ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇത് നാളെ ചർച്ച ചെയ്യപ്പെടും. ഇത് നാളെ ദേശീയ തലത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും. അപ്പൊ VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇവിടെ മുസ്ലിം ലീഗുകാർ പിന്തുണയ്ക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന സതീശൻ എന്ന് പറയുന്ന നേതാവിനെ മുഖ്യമന്ത്രിയാക്കിയത് ആരാ? രാഹുൽ ഗാന്ധിയാണ്. എന്തുകൊണ്ട്? മുസ്ലിം ലീഗിന് പിന്തുണ പ്രഖ്യാപിച്ചത് കൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി മാറ്റി. ഇത് ആർക്കാ ദോഷം ചെയ്യുക? അത് കോൺഗ്രസിന് ദോഷം ചെയ്യും. അപ്പൊ അത് ദേശീയ തലത്തിൽ ഇത് പ്രചരിപ്പിക്കുന്ന ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. BJP സംബന്ധിച്ച് BJPക്ക് വളരെ നിഷ്പ്രയാസം നടക്കും. കേരളത്തിൽ K. സുരേന്ദ്രൻ വിചാരിച്ചിട്ട് ഇത്ര ഒപ്പിച്ചില്ലേ, ഇനി അങ്ങോട്ടേക്ക് ഒപ്പിക്കാനാണോ പാട്? അപ്പൊ ശക്തമായ രീതിയിൽ വലിയ തലത്തിലുള്ള ഒരു പ്രചരണം ഇതിന്റെ പിന്നിൽ ഉണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയാണ്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയും ഭയക്കുന്നത്. അതുകൊണ്ട് VD സതീശനെ പരമാവധി അകറ്റി നിർത്തിക്കൊണ്ട് ഈ പറയുന്ന ഇയാൾക്ക് KC വേണുഗോപാലിന് സാധ്യത തെളിഞ്ഞു വരാനുള്ള കാരണം അത് തന്നെയാണ്. അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്ന ഒരു സാധനത്തിനൊന്നും വലിയ വാല്യൂ ഒന്നുമില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. BJP അതിനെ വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്.